പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനോട് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആമേൻ 2 വാക്ക് പറയുവാൻ ആഗ്രഹിച്ചത് ഹല്ലേലൂയ. ദൈവം എൻ്റെ ഹൃദയത്തിൽ സമർപ്പിച്ച ചില കാര്യങ്ങൾ ആണ്. എല്ലാ ദൈവമക്കൾക്കും ആമേൻ ഇത് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതിനാൽ തന്നെ വേദാംശത്തിൽ നിന്നും ആമേൻ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഹല്ലേലൂയ 14-ാം അധ്യായം ആമേൻ 16-ാമത്തെ വാക്യത്തിൽ ദൈവം ഇതിൽ വ്യക്തമാക്കിയത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഹല്ലേലൂയ എന്നേക്കും ആമേൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ആമേൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ ദൈവം എല്ലാ ദൈവമക്കൾക്കിടയിലും ആ സത്യാത്മാവിന് ആമേൻ വെളിപ്പെടുത്തുന്നു. എല്ലാ ദൈവമക്കളും ആ സത്യാത്മാവിന് ആമേൻ ഹല്ലേലൂയ അത്ഭുതത്താൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഞാൻ ഇത് പറയുവാൻ കാരണം, ഇവിടെ ദൈവത്തിനറിയുന്ന ചില ദൈവദാസിമാരും ദൈവദാസന്മാരും ദൈവത്തിൻ്റെ മക്കളും ചില വാക്കുകൾ പറയുന്നു. എന്തെന്നാൽ ഒരു വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ആ ദൈവമക്കൾ ചോദിക്കുന്ന വിഷയം ഇതാണ്: അവർ ആരാണ്? ദൈവത്തെ അറിയുന്നവനാണോ? അല്ലെങ്കിൽ ദൈവമായിട്ട് വല്ല ഇടപെടലുണ്ടോ? അല്ലെങ്കിൽ അവൻ സ്നാനമേറ്റതാണോ? അല്ലെങ്കിൽ അവൻ ആരാധിക്കുന്നവനാണോ നിത്യം? അല്ലെങ്കിൽ അവൻ സ്വർണം ധരിക്കുന്നവനാണോ? വെള്ളി ധരിക്കുന്നവനാണോ? പൊട്ടു തൊടുവനാണോ? ഇങ്ങനെയൊക്കെയാണ് അവർ ആ മക്കളെക്കുറിച്ച് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. എങ്ങനെയുള്ളവർക്ക്? ഇതൊന്നും ധരിക്കാത്തവരും കർത്താവിനെ സ്തുതിക്കുന്നവരും സ്നാനമേറ്റവർക്കും മാത്രമുള്ള ഒരു ആരാധനയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നവർ ഹൃദയത്തിൽ ചിന്തിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കർത്താവായ ദൈവം ഇറങ്ങി വന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുട്ടിലേക്കാണ്. അവിടെ ആദ്യം കർത്താവിനെ അറിയാത്തവരായിരുന്നു. ചിലവർ വിഗ്രഹാരാധകരായിരുന്നു. പക്ഷേ കർത്താവായ ദൈവം ഇറങ്ങി വന്നത് ജാതികൾക്കിടയിൽ അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. അവിടെ കർത്താവായ ദൈവം ഓരോ മക്കളെയും ദൈവത്തിലേക്ക്, പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അവരുടെ ആത്മാവ് പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇവിടെ ചിന്തിക്കുന്ന വിഷയം, നമ്മൾക്ക് ഓരോ ദേശത്തും ഓരോ മക്കളെയും ഒരുക്കിയിട്ടുള്ളത് പ്രാർത്ഥിക്കുവാനാണ്. ആർക്ക് വേണ്ടി? ജാതികൾക്കിടയിലേക്ക് ദൈവത്തിനിറക്കി വിട്ട് ആമേൻ ജാതികൾക്കിടയിലുള്ള ആമേൻ ആ അറിവ് കുറവിനെ അറിവോടെ കൊണ്ടുവന്ന് പരിശുദ്ധനായ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് ഓരോ ദൈവദാസനെയും ദൈവദാസിയെയും ദേശത്ത് നിർത്തിയിട്ടുള്ളത്. ഞാൻ ഇത് പറയുവാൻ കാരണം തന്നെ എനിക്ക് വ്യക്തമായി അറിയുന്ന ചില വിഷയങ്ങളുള്ളതുകൊണ്ടാണ്. യോഹന്നാൻ 13-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ 34-ാം വാക്യത്തിലേക്ക് പോകുമ്പോഴും അവിടെ ദൈവം വ്യക്തമാക്കുന്ന കാര്യമാണ് സ്നേഹത്തെക്കുറിച്ച്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഹല്ലേലൂയ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. എന്താണ് ഇവിടെ ദൈവം വ്യക്തമാക്കുന്നത്? ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതികൾക്കിടയിലെയാണ്. എന്താണ്? ഒരു ദൈവദാസനോ ദൈവദാസിയോ എന്തിനെയാണ് ആമേൻ ഒരു തിരുവചനം ഉൾക്കൊള്ളിക്കുന്നു, തിരുവചനത്തിലൂടെ അത്ഭുത ശക്തിയെ ആമേൻ ആരാധിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതികൾക്കിടയിൽ ചെന്ന് ജാതീയൻ്റെ ആത്മാവിനെ പരിശുദ്ധനായ പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മളുടെ ദൗത്യം. അതുകൊണ്ട് ഒരു മക്കളും ഞാൻ അറിയാത്തവന് വേണ്ടി പ്രാർത്ഥിക്കില്ല, ഞാൻ അറിയാത്തവന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്ന വിഷയമാണ്. എന്തെന്നാൽ ഞാൻ അറിയുന്നൊരു വലിയൊരു വിഷയമുണ്ട്.
തെരുവിൽ കിടക്കുന്ന ചില നാട് ഓടി സംഘങ്ങളുണ്ട്. ആമേൻ. അവർക്ക് വീടില്ല, ഒന്നുമില്ല, തെരുവിലാണ് അവിടെ കിടക്കുന്നത്. ഞാൻ ഒരു ദിവസം അറിഞ്ഞൊരു വലിയൊരു വിഷയമുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്ത്രീ, കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദൈവദാസി, എപ്പോഴും ആ നാടോടി സംഘത്തിൻ്റെ അടുത്ത് പോയി പറയും, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ആമേൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഇതൊക്കെ പാപമാണെന്ന്. പലവട്ടവും ഇവർ പറഞ്ഞെങ്കിലും അവർ എന്ത് ചെയ്തു? തലകുനിക്ക് കലയാക്കി മാറിപ്പോവായിരുന്നു. പലവട്ടവും ഇവർ ചെല്ലുമ്പോൾ അവർ ചീത്ത പറയുകയും വഴക്ക് പറയുകയും ഉണ്ടായിരുന്നു. എന്നാലും ഈ ദൈവദാസി പോയിട്ട് 16-17 പേരിരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം അത് കാതോർത്ത് പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്ന് കേൾക്കണം, പറയാം. ഉടനടി സ്ത്രീ കർത്താവിനെക്കുറിച്ച് പറയുകയും ആ ഒരു വ്യക്തി ഈ സ്ത്രീയുടെ കൂടെ നിന്ന് കർത്താവിനെ എനിക്കറിയണമെന്ന് പറയുകയും ചെയ്തു. ആ സ്ത്രീ കർത്താവിനെ അറിയുകയും ചെയ്തു. 2-3 മാസങ്ങൾക്കിടയിൽ 16 പേര് ഈ സ്ത്രീയുടെ ഒപ്പം, ഈ ദൈവദാസിയുടെ ഒപ്പം ആരാധിക്കുവാനിരുന്നു. എന്തെന്നാൽ ഇതിപ്പോൾ 20 പേരായി തുടങ്ങി. എന്തുകൊണ്ടാണ്? അവരെ ഈ സ്ത്രീ എന്തു ചെയ്തു? പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഉപയോഗിച്ചിട്ട് അവരുടെ ആ ചേറിലേക്ക് ഇറങ്ങിച്ചെന്ന്. അതാണ് പറയുന്നത്, കുപ്പയിലും ഉണ്ട് മാണിക്യമെന്ന്. കുപ്പയിലും ഉണ്ട് മാണിക്യം. അത് എങ്ങനെയാണ് നമ്മൾ ആ മാണിക്യത്തെ കഴുകി വെടുപ്പാക്കേണ്ടത്? ജീവൻ്റെ ജലം കൊണ്ടാണ്. എന്താണ് ജീവൻ്റെ ജലം? പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട്. ആ ജീവജലം കൊണ്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? ഉടൻ അവരുടെ ഹല്ലേലൂയ ശരീരം കഴുകി വെടുപ്പാക്കി ഹൃദയത്തെ ശുദ്ധീകരിച്ച് 16 പേരിൽ നിന്നും 20 പേരായി അവർ ആരാധിക്കുവാൻ തുടങ്ങി. കേൾക്കണേ, ചേരിയിൽ കിടക്കുന്നതാണ്, റോഡ് സൈഡിലിരുന്ന് ആരാധിക്കുകയാണ്, പല ഈ സ്ഥലങ്ങളിലിരുന്ന് ആരാധിക്കുകയാണ്. അവർക്ക് പുതിയ നിയമത്തിൻ്റെ പുസ്തകവും കൊടുത്ത് എല്ലാവരും ഇരുത്തി ഇന്നതാണ് ദൈവം, ഇന്നതാണ് ദൈവം, പഴയ നിയമവും പുതിയ നിയമവും പഠിപ്പിച്ച് അവർ നല്ലൊരു വിശ്വാസികളായി 10-20 പേരും ആരാധിച്ചു കൊണ്ടിരിക്കുക. ആരെ? ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നമ്മൾക്കിടയിൽ ഒരിക്കലും ഹല്ലേലൂയ കുപ്പ നോക്കാതിരിക്കരുത്. കുപ്പയ്ക്കുള്ളിലാണ് മാണിക്യമിരിക്കുന്നത്. ആ മാണിക്യത്തെ കഴുകേണ്ടത് എന്താണ്? സ്നേഹം കൊണ്ടാണ്. സ്നേഹം പരിശുദ്ധാത്മാവ് ആണ്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ഇന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. ഇന്നാൾ പറഞ്ഞത് ശരി, ഇന്നതെങ്ങനെ ശരി, ഇതൊന്നുമല്ല സത്യം. സത്യമെന്നത് പരിശുദ്ധനായ ദൈവം മോശയോട് പറഞ്ഞതാണ്. എന്താണ്? മോശേ, ഇത് വിശുദ്ധ ഭൂമിയാണ്, നീ നിൻ്റെ കാലുകളിലെ ചെരുപ്പ് ഊരി വെച്ച് ആമേൻ വരിക എന്ന്. എന്നാൽ മോശ എന്ത് ചെയ്തു? കാലുകളുടെ ചെരുപ്പ് ഊരി വെച്ചത് എങ്ങനെയാണ്? ഹൃദയത്തെ ശുദ്ധീകരിച്ച്, ഹൃദയം ശുദ്ധിയാക്കിയിട്ട് മോശ ആ വിശുദ്ധ ഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്താണ്? ആ മോശയോട് കാലിലെ ചെരുപ്പ് ഊരാനല്ല പറഞ്ഞത്, നിൻ്റെ ഹൃദയം മൊത്തം ശുദ്ധിയാക്കിയെങ്കിലേ നീ ശുദ്ധിയാവൂ. അതിനാൽ തന്നെ നിൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വർണ്ണമിടുകയോ ആഭരണം ധരിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളാം. അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. മനുഷ്യൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. അതായത് ദൈവം വ്യക്തമാക്കുന്ന കാര്യം, നിങ്ങൾ എന്തു തന്നെ ധരിച്ചാലും നിങ്ങളുടെ ഹൃദയശുദ്ധി ക്ലിയർ അല്ല എങ്കിൽ, നിങ്ങൾ എന്തു തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ ഹൃദയശുദ്ധി ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കുമെന്ന്. ഹൃദയം ശുദ്ധിയല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലാതെ നിങ്ങളുടെ ഡ്രസ്സ് മാറ്റി, ആഭരണങ്ങൾ മാറ്റി, പൊട്ടു തൊടാതിരുന്നു, ഇതൊന്നും സത്യമല്ല. ഇതിൽ ഉള്ള സത്യം, കർത്താവായ ദൈവത്തിന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. അതാണ് ആ സ്ത്രീ കുപ്പയിലേക്ക് ചെന്ന് അതിൽ നിന്നും മാണിക്യമെടുത്ത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ കഴുകിയെന്നർത്ഥം. അതായത് പരിശുദ്ധാത്മാവിലൂടെ ജീവജലം ഉപയോഗിച്ച് കഴുകുകയാണ് ആ സ്ത്രീ. ഒന്ന് ചിന്തിക്കണം, 20 പേരാണ് ഇന്ന് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവമക്കളും ചിന്തിക്കേണ്ടത് ജാതികൾക്കിടയിലേക്ക് ചെല്ലാം. അതൊരു ഗദരദേശമാണെന്ന് ചിന്തിക്കാം. അതൊരു ഗരസേനയാണ് ചിന്തിക്കാം. അവിടെ ഇരുട്ടിൻ്റെ മറവിലിരിക്കുന്ന ചില ദുഷ്ടാത്മാക്കളുണ്ട്. ആ ദുഷ്ടാത്മാക്കളാണ് അവരെ നയിക്കുന്നത്. അതിനാൽ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ മക്കളോട് പറയാനുള്ളത്, ദൈവദാസിമാർ ദേശത്താക്കി വെച്ചുള്ള ദൈവദാസിമാരോട് എല്ലാവരോടും പറയാനുള്ളത്, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആ ഹൃദയശുദ്ധിയെ ദൈവത്തെ ഏൽപ്പിക്കണം. എങ്ങനെയാണ്? കഴുകിക്കൊണ്ട് അവരുടെ ആ ചീത്ത ആ സ്വഭാവങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ജലം കൊണ്ട്, അതായത് ജീവജലം കൊണ്ട് കഴുകി ആ മക്കൾക്ക്
ആമേൻ അറിവ് പകർന്നതുപോലെ എല്ലാ ദൈവദാസിമാരും ഇന്ന് അറിവ് പകരണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ദൈവം എന്നോട് വ്യക്തമായി സംസാരിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സമർപ്പിച്ച് ഇത് വളരെ ക്ലിയറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാ ദൈവമക്കളെയും ആമേൻ അനുഗ്രഹിക്കട്ടെ. എനിക്കൊന്നും അറിയില്ല, ഞാനിത് പറയാൻ ആഗ്രഹിച്ചതുമല്ല. എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറയുന്ന ചില വിഷയങ്ങൾ ആമേൻ എല്ലാവർക്കും കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെന്നോട് വെറുപ്പ് തോന്നരുത്. ഞാൻ പറഞ്ഞതിൽ ഇത് ദൈവത്തിൻ്റെ ഒരു ആമേൻ ആധാരമാണ്. നിങ്ങൾ മറക്കരുത്. നമ്മൾ ജാതികളോടാണ്, അതായത് ദൈവം വ്യക്തമാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആമേൻ. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചത് കാര്യം. ആമേൻ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ദൈവം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുക, ജാതിയനെ പിടിക്കുക. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.